താലപ്പൊലി മഹോത്സവത്തിന് 3 ദിവസം മുൻപേ തുടങ്ങുന്ന സംഘക്കളിയാണ് ആദ്യത്തെ ചടങ്ങ്. ഒന്നാം ദിവസം അത്താഴപൂജ കഴിഞ്ഞ് അകത്ത്, രണ്ടാം ദിവസം അത്താഴപൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നടക്കടച്ചതിന് ശേഷം പുറത്താണ് സംഘക്കളി നടക്കുന്നത്. തമ്പുരാനെയും സംഘക്കളി നടക്കുന്നവരെയും കിഴക്കേ നടയിൽ നിന്ന് എഴുന്നള്ളിച്ചു വന്ന് വടക്കേ നടയിൽ ആട്ടവിളക്ക് കത്തിച്ച് നടക്കുന്നതാണ് സംഘക്കളി. അതിൽ അഭ്യാസ മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. മൂന്നാം ദിവസം സംക്രാന്തി ദിവസം അകത്ത് അത്താഴപൂജ കഴിഞ്ഞ് 4 പാദം അല്ലെങ്കിൽ സംഘക്കളി നടക്കുന്നു. അതിനോടനുബന്ധിച്ച് പടിഞ്ഞാറ നട, വലിയ തമ്പുരാൻ വരുമ്പോൾ തുറക്കുന്ന നട, സംഘക്കളിക്കാരുടെ ചടങ്ങിന് വേണ്ടി അപ്പോൾ ആ നട തുറന്ന് ഭണ്ണാരം വെണ്ണുന്ന ഒരു രീതിയുണ്ട്. മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങും അതിനോടനുബന്ധിച്ചുണ്ട്. സംക്രാന്തി വൈകിട്ട് 6 മണിക്ക് 1 കുറേ 1000 യോഗത്തിൻ്റെ 1001 കഥന, ആ കഥനയോട് കൂടിയാണ് താലപ്പൊലി മഹോത്സവം ആരംഭിക്കുന്നത്. മകരസംക്രമണ ദിവസത്തിൽ, അതായത് സൂര്യൻ ഉത്തരായനത്തിലേക്ക് കടക്കുന്ന നാൾ, മലയരയ സമുദായക്കാർ തലയിൽ ചുവന്ന ഇരുമുടിക്കെട്ടി കുരുമുളകും മഞ്ഞൾ തുടങ്ങിയ കാർഷിക വിളവുകൾ നിറച്ച് ശരണം വിളിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അല്പസമയം കഴിഞ്ഞ് പന്തീരാംപാലയിലെ ആലിങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലി സമർപ്പിക്കാനായി കുടുംബി സമുദായാംഗങ്ങൾ വരുന്നതും കാണാം. തുടർന്ന് വൈകിട്ട് 6 മണിയോടെ മുൻപേ പറഞ്ഞ 1001 കതിന വെടിക്കെട്ടുകളുമാണ് നടക്കുക. അടുത്ത നാളിൽ, അതായത് 1-ാം താലപ്പൊലി നാൾ പുലർച്ചെ തെക്കൻ കേരളത്തിൽ നിന്നെത്തിയ ദേവീദാസന്മാർ നടത്തുന്ന പടുക്കു പൂജ, ചെണ്ടമേളത്തോടെ കൊടുങ്ങല്ലൂർ അമ്മയെ വണങ്ങുന്ന ഭക്തരും ഒപ്പം ചൂടുവയ്ക്കുന്ന കോമരങ്ങളും താലപ്പൊലിയുടെ ഭാഗമായി കാണാം. പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന കുടുംബി സമുദായത്തിൻ്റെ പൂജകളും ക്ഷേത്രത്തോട് ചേർന്ന് നടക്കുന്നത് കാണാം. മലര്, അവില്, കൽക്കണ്ടം, മുന്തിരി, പഴം, തേൻ ഇതെല്ലാം കൊണ്ട് സുവാസിനി പൂജ, അതും പല പല ഗ്രൂപ്പുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലത്ത് 6 മണിക്ക് ഇതേപോലെ 1001 കഥനയുണ്ട്. അത് കഴിഞ്ഞ് തൃപ്പൂണിത്തറ
മരട് ഈ ഭാഗത്തു നിന്ന് വരുന്ന കുടുംബ സമുദായക്കാരുടെ ആടിനെ നടതള്ളുന്ന ഒരു സംവിധാനം. കുടുംബി സമുദായത്തിലെ അംഗങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ആടിനെ കൊണ്ടുപോയി കുറുമ്പാമ്മയുടെ നടക്കൽ തൊഴുതു വണങ്ങി പഴക്കുലയും മേളങ്ങളുമൊക്കെയായി കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ നടയിലേക്ക് വരുന്നു. നടയിലെ വിളക്ക് മരത്തിൽ കയറി പഴക്കുലയിൽ നിന്നും പഴം ഭക്തന്മാർക്ക് എറിഞ്ഞു കൊടുക്കുന്നതും കാണാം. ഇന്നേ ദിവസം നടക്കുന്ന ചടങ്ങുകൾ ഒക്കെ തന്നെ വലിയ തമ്പുരാൻ്റെ അനുമതി ലഭിച്ച അവകാശികളായ കുടുംബാംഗങ്ങളാണ് നടത്തിവരുന്നത്. 9 ആനയ്ക്ക് എഴുന്നള്ളിപ്പുണ്ട്. അത് 5 ആനയ്ക്ക് കുറുമ്പാമ്മയുടെ നടയിൽ നിന്നാണ്. ഇവിടെ നിന്നും തോളിലേറ്റി ഒരു ആൾ കൊണ്ട് കുറുമ്പാമ്മയുടെ അവിടെ കൊണ്ടുപോകും. ഇവിടെ നിന്ന് ആന പുറത്ത് കോലം പിടിക്കുന്ന ശാന്തിക്കാരനെയും കയറ്റി കുറുമ്പാമ്മയുടെ പോയി ഇറക്കി കുറുമ്പാമ്മയുടെ പൂജിച്ച് 1 മണിക്ക് കോലം ആന പുറത്ത് കയറ്റും. പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയിൽ 5 ആനകളോട് കൂടിയ പൂരം പുറപ്പെട്ട് തെക്കേ ആനപ്പന്തലിൽ എത്തുന്നതോടെ 2 ആനകൾ കൂടിച്ചേർന്ന് 7 ആനകളുടെ പൂരം നിരത്തുന്നു. ഈ പഞ്ചവാദ്യത്തോടു കൂടി ഗജമണ്ഡപത്തിലെത്തുമ്പോൾ പഞ്ചവാദ്യം അവസാനിക്കും. അവിടെ നിന്ന് മേളം. 9 ആന. ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ വലിയ തമ്പുരാനോ അദ്ദേഹത്തിൻ്റെ അടുത്ത അവകാശിയായ തമ്പുരാനോ സന്നിഹിതരായിരിക്കും. ആദ്യം 5 ആന പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തുമ്പോൾ 7 ആന, ഗജമണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തിരിയുമ്പോൾ 9 ആന. ആ 9 ആനയ്ക്ക് തിരിഞ്ഞ് മേളത്തോടു കൂടി 6 മണിക്ക് 9 ആനയുടെ പന്തലിൽ മേളം അവസാനിക്കും. മേളം അവസാനിച്ച് പിന്നെ പ്രദർശനം വെച്ച് വടക്കേ നിലയിലൂടെ 9 ആനയുടെ പൂരം കഴിഞ്ഞ് 1 ആനേനെ ക്ഷേത്രപാലയൻ്റെ പ്രവേശത്ത് പോയി ഭഗവതിയുടെ കോലം പിറക്കും. ആന മൊത്തം പ്രദർശനം വയ്ക്കില്ല കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ. അത് പറയുന്നത് ഭരണിക്കാലത്തൊക്കെ പണ്ട് കാലത്ത് ഭരണിക്ക് അടച്ചു കഴിഞ്ഞാൽ അടികളുടെ വീടുണ്ട് അവിടെ നിന്ന് ഒരു ഗുഹമാർഗമാണ് അമ്പലത്തിനകത്ത് പൂജ നടന്നുകൊണ്ടിരുന്നതെന്നാണ് ഐതിഹ്യം പറയണത്. അതുകൊണ്ട് ഗുഹയുള്ളത് കൊണ്ട് ആന പ്രദർശനം വയ്ക്കില്ല. വലിയ തമ്പുരാനെ ദർശിക്കാനായി അദ്ദേഹം കാത്തു നിൽക്കുന്നിടത്തേക്ക് തന്ത്രി തിടമ്പെടുത്തു കൊണ്ടുപോയി പീഠത്തിൽ വയ്ക്കുന്നു. തമ്പുരാനും ഭക്തജനങ്ങളും തിടമ്പ് വണങ്ങിയതിനു ശേഷം തിടമ്പുമായി കിഴക്കേ കവാടത്തിലൂടെ കോവിലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതോടെ വെടിക്കെട്ടിന് തിരിതെളിയുന്നു. വർണ്ണാഭമായ വെടിക്കെട്ടോടെ താലപ്പൊലിയുടെ 1-ാം പകൽ അവസാനിക്കുന്നു. തലേ ദിവസം മുതൽ ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഗംഭീരമായി തന്നെ ക്ഷേത്ര നഗരിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ഇരുമുടിയിൽ നെല്ല് നിറച്ചെത്തുന്ന അമ്മയുടെ ഭക്തജനങ്ങൾ കുറുമ്പാമ്മയുടെ നടയിൽ നിന്നും അനുഗ്രഹം വാങ്ങി
അവർ കൊണ്ടുവന്ന ഇരുമുടിക്കെട്ടും ചുമന്ന് ശരണം വിളികളോടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. പല നാടൻ കലാകാരന്മാരും തങ്ങളുടെ പാട്ടും കൊട്ടും കളികൾ തായമ്പകയ്ക്ക് മുന്നോടിയായി കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ രാത്രി അരങ്ങേറുന്നു. രാത്രി 11 മണിവരേക്ക് നീളുന്ന തായമ്പകയ്ക്ക് പ്രത്യേകം ആസ്വാദകരെ കാണാനാകും. പകലത്തെ പോലെ തന്നെ രാത്രിയിലും 1 മണി മുതൽ 6 മണി വരെ നീളുന്ന രാത്രി പൂരവും കൊടുങ്ങല്ലൂർ താലപ്പൊലിയുടെ പ്രത്യേകതയാണ്. താലം ഏന്തിക്കൊണ്ട്, ഇത് താലം ഭഗവതിയെ അനുഗ്രഹിച്ചുകൊണ്ട് താലം പിടിച്ചുകൊണ്ടാണ് എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. താലത്തിൽ അരി, പൈസ, ആൾരൂപ എന്തെങ്കിലും വരുന്നുണ്ടാവും. അരിയാണ് അധികം. രാത്രി പൂരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതാണ് പേര് സൂചിപ്പിക്കും പോലെ യഥാർത്ഥത്തിൽ താലപ്പൊലി, അതായത് കൊയ്തുകൊണ്ടുവരുന്ന കറ്റ മെതിച്ച് നെല്ല് കൂട്ടിയിടുന്നതിനെയാണ് തമിഴിൽ പൊലി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. എങ്കിലും പൊലിവ് എന്ന വാക്കിനർത്ഥം ഭംഗിയുള്ള അല്ലെങ്കിൽ തിളക്കമുള്ള എന്നതും ആണ്. ഈ ചടങ്ങിൽ രാത്രി പൂരത്തിൽ ഗജവീരന്മാരുടെ മുമ്പിൽ നായർ സമുദായത്തിലെ സ്ത്രീകൾ ഉണക്കലിന് നിറച്ച താലം തലയിൽ വെച്ച് എഴുന്നള്ളിപ്പിൻ്റെ മുമ്പിലായി ഭഗവതിയുടെ നടയിലേക്ക് വന്ന് തലയിൽ വെച്ചിട്ടുള്ള താലം ചൊരിയുന്നു. ഇങ്ങനെ ചൊരിഞ്ഞ് പൊലി കൂട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ താലവുമായി വരുന്ന കാഴ്ചയുടെ ഭംഗി അല്ലെങ്കിൽ തിളക്കം എന്നർത്ഥത്തിലോ ആണ് താലപ്പൊലി എന്ന വാക്കിൻ്റെ ഉത്ഭവം എന്ന് ഊഹിക്കുന്നു. ഗജമണ്ഡപത്തിൻ്റെ അവിടെ എത്തുമ്പോഴാണ് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ അമ്പലത്തിൽ നിന്നും അടികളോടുകൂടി വെള്ളിക്കുട ചൂടി എതിരേൽപ്പ് നടക്കുന്നത് പ്രധാന ചടങ്ങാണ്. ഒന്ന്, 2, 4 താലപ്പൊലികൾ കുറുമ്പാമ്മയുടെ നടയിൽ നിന്നും രാത്രി 1 മണിയോടെ ആരംഭിച്ച് ഭഗവതിയുടെ സന്നിധിയിലേക്ക് വരുന്നവയാണ്. എന്നാൽ 3-ാം താലപ്പൊലിക്ക് രാത്രി പുറപ്പെടുന്നത് 18 എന്ന കോതപറമ്പിനടുത്ത് ഇടവിലങ്ങിൽ നിന്നുമാണ്. കൊച്ചി രാജസദസ്സുമായി ബന്ധമുള്ളതും കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനമുള്ളതുമായ ഒരു കോവിലകമാണ് ഇത്. നാലാം താലപ്പൊലി നാളിൽ വലിയ തമ്പുരാൻ നേരിട്ട് ചടങ്ങുകളിൽ ഉണ്ടാകാറുണ്ട്. ഇദ്ദേഹമാണ് കൊടുങ്ങല്ലൂരിൻ്റെ ഇപ്പോഴത്തെ വലിയ തമ്പുരാൻ. പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഏതോ രാജാവിൻ്റെതായുള്ള സങ്കല്പത്തിലാണ് അത് ഈ 18 കോവിലത്ത് നിന്ന് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. അത് കാലത്ത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു 4 മണിയോടുകൂടി ശ്രീ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്നും അപ്പം, പായസം, അവിടെയുള്ള എല്ലാവർക്കുള്ള ഭക്ഷണം, ഇതിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അവിടെ പാചകം ചെയ്ത് പൂജാരി കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ അടികൾ വന്ന് പൂജ ചെയ്ത്
ശ്രീ കോലത്തുമ്പളിക്ക് വാൽക്കണ്ണാടി ആവാഹിച്ച് പൂജയൊക്കെ ചെയ്ത് അവിടുന്ന് 9 മണിക്ക് എഴുന്നള്ളിക്കും. ഒരാനപ്പുറത്ത് എഴുന്നള്ളിച്ച് ആദ്യം പറ വയ്ക്കുന്ന ചടങ്ങുണ്ട്. ദേവസ്വം മാനേജരും അസിസ്റ്റൻറ്റ് കമ്മീഷണറൊക്കെ വന്ന് പറവച്ച് 9 മണിക്ക് പുറപ്പെട്ട് ഉണ്ണിപ്പറമ്പ് ആൽത്തറയുണ്ട്, അവിടെ ഇറക്കി എഴുന്നള്ളിപ്പുണ്ട്. അത് കഴിഞ്ഞ് പറയെടുത്ത് ഏകദേശം ഒരു 2:30 മണിയോടുകൂടി കൊടുങ്ങല്ലൂർ വടക്കേ നടയുടെ ഭാഗത്തെത്തും. അവിടെ നിന്ന് എത്തുമ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്നും തമ്പുരാൻ്റെ നേതൃത്വത്തിൽ 5 ആനയോടുകൂടി സ്വർണ്ണക്കോലം കൊണ്ട് അവിടെ ചെന്ന് എഴുന്നള്ളിപ്പ് തുടങ്ങും. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എല്ലാ ആന തലയെക്കെട്ട് കെട്ടാനും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വലിയ തമ്പുരാനാണ് ഏറ്റവും പ്രാധാന്യം. രാത്രി എഴുന്നള്ളിപ്പിന് തമ്പുരാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടാണ് തലയെക്കെട്ട് കെട്ടുന്നത്, എന്നിട്ടാണ് പൂരം തുടങ്ങുന്നത്. അതേപോലെ ഉച്ചയ്ക്കുള്ള പൂരത്തിനും തമ്പുരാൻ കാലത്ത് അനുവാദം കൊടുത്തിട്ടാണ് പൂരം തുടങ്ങുന്നത്. ഈ 2 ഗോവിലകം, ഒന്ന് പുത്തൻ ഗോവിലകം, ചിറക്ക ഗോവിലകം, ഈ 2 ഗോവിലകത്തെ ഏറ്റവും പ്രായം ചെന്ന ആളാണ് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനാകുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുകൂടി താലപ്പൊലിയും പൊങ്കലുമായിട്ടുള്ള സമാനതകളാണ്. താലപ്പൊലിയും പൊങ്കലും തുടങ്ങുന്നത് മകരം 1-ാം തീയതിയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് താലപ്പൊലിക്കും പൊങ്കലിനുമുള്ളത്. പൊങ്കലിൽ മാടുകളെ മാലയിട്ട് പൂജിക്കുമ്പോൾ 1-ാം താലപ്പൊലി തുടങ്ങുമ്പോൾ തന്നെ ആടുകളെ മാലയിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുന്ന രീതിയുമുണ്ട്. രണ്ടും കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. അതുപോലെ തന്നെ തമിഴ് സാഹിത്യത്തിൽ ഏറ്റവും അധികം പ്രതിപാദിച്ചിട്ടുള്ള പ്രദേശവും പല തമിഴ് കൃതികൾ രചിക്കപ്പെട്ട പ്രദേശവും കൊടുങ്ങല്ലൂരാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കേരളത്തിൻ്റെ തമിഴ് പാരമ്പര്യങ്ങളിലേക്കാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ.